എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇടുക്കി ഗ്രാമ്പിയിലെ കടുവ വെടിയേറ്റ് ചത്തു. വെടിവെച്ചത് ദൗത്യ സംഘാംഗത്തെ ആക്രമിച്ചപ്പോൾ. വീണ്ടും ഒരു പിടികൂടി പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ കടയിൽ കാട്ടുപന്നി ആക്രമണം, നിരവധി സാധനങ്ങൾ നശിപ്പിച്ചു. നെല്ല് കർഷകർക്ക് ആശ്വാസമാകുമോ? സംഭരണ പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കഴിഞ്ഞയാഴ്ച തന്നെ ഇടപെട്ടതായി മന്ത്രി GR അനിൽ. മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷം. ഉത്തരവുകൾക്ക് പുല്ലുവില. നിർമ്മാണ സാധനങ്ങൾ ഇറക്കാൻ നോക്കുകൂലി ആവശ്യപ്പെട്ട് യൂണിയൻ പ്രവർത്തകർ. ലേബർ ഓഫീസറുടെ ഉറപ്പും പാഴായി. പോലീസും അനങ്ങാപ്പാറയെന്ന് ഉടമസ്ഥർ. മരട് അതിഥി തൊഴിലാളികൾ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവ് കാഴ്ച. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വീടിനുള്ളിൽ കയറുന്ന അവസ്ഥ. പകർച്ചവ്യാധി വ്യാപകം. കോയിക്കപ്പടി പാലം പുനർനിർമ്മാണത്തിലേക്ക്. സാമൂഹികാഘാത പഠനത്തിന് അംഗീകാരം. നിർമ്മാണത്തിന് 4.5 കോടി രൂപ. വിശദമായി തന്നെ ഓരോ വാർത്തയിലേക്ക് പോകാം. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വെച്ചെങ്കിലും വനപാലക സംഘത്തിനു നേരെ ചാടി വീണ കടുവ വെടിയേറ്റതിനെ തുടർന്ന് ചത്തു. പ്രദേശത്തെ തേയിലത്തോട്ടത്തിനുള്ളിലായിരുന്നു കടുവയെ വെറ്ററിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. കടുവയ്ക്കായി കൂടുവെച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ആക്രമണമുണ്ടായത്. പ്രദേശവാസികളുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടെത്തി. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചത്. പിന്നീട് കടുവയ്ക്കരികിലെത്തിയ ദൌത്യസംഘത്തിന് നേരെ 6 അടി ഉയരത്തിൽ നിന്ന് കടുവ ചാടി വീണു. ഇതേ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ദൌത്യസംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വീണ്ടും ഒരു പിടികൂടി എന്നാൽ കടുവയ്ക്ക് ആദ്യം മയക്കുവെടിയേറ്റെങ്കിലും കടുവ മയങ്ങാൻ സമയമെടുത്തു. ഇതേ തുടർന്നാണ് രണ്ടാമതും മയക്കുവെടി വെച്ചത്. തുടർന്നാണ് കടുവ ദൌത്യസംഘത്തിന് നേരെ ചാടി വീണത്. വനപാലക സംഘത്തിലെ മനുവിന് ശാരീരികമായി പരിക്കേറ്റില്ലെങ്കിലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ. രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റൂടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്ത് ആയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. പിടികൂടിയ കടുവയ്ക്ക് ചികിത്സ നൽകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. കടുവയെ തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് ഇതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് കടുവ ചത്തത്. 3 തവണ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ കടയുടെ ഗ്ലാസ് തകർത്ത് ഉള്ളിൽ കടന്ന് കാട്ടുപന്നികൾ. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ അമ്മു സ്റ്റോഴ്സിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്താണ് കാട്ടുപന്നികൾ കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറിയത്. ഈ സമയം കടയ്ക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ പന്നികൾ തകർത്തു. പുറത്തു കടന്ന കാട്ടുപന്നികൾ സമീപത്തെ കടകളിലും കയറാൻ ശ്രമം നടത്തി. ചന്ദനപ്പള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. നെല്ല് സംഭരണം വിഷയത്തിൽ കഴിഞ്ഞയാഴ്ച തന്നെ ഇടപെട്ടതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. കിഴിവ് സംബന്ധിച്ച വിഷയത്തിലെ തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം വൈകി എന്നത് വസ്തുതയാണ്. നടപ്പ് വർഷം ആലപ്പുഴയിൽ 12,930 കർഷകരിൽ നിന്ന് 43,810 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. 2% കിഴിവിന് കർഷകർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം കർഷകർ അതിന് തയ്യാറായില്ല. അതിന്റെ കാരണം പറയുന്നുമില്ല. കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണിത്. ഡിസംബർ 28 വരെ സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മില്ലുകാരുടെയും ജോയിന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി പരിശോധിച്ച് കിഴിവിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അത് ചില കർഷകർ സമ്മതിച്ചെങ്കിലും ചില കർഷകർ സമ്മതിക്കാത്ത ഒരു നിലപാടാണല്ലോ. അതിനകത്ത് കിഴിവ് കൂടുതലാണെന്നും കിഴിവ് കൊടുത്താലേ എടുക്കുള്ളൂ എന്നുള്ള നിലപാടൊന്നും ഗവൺമെന്റ് സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഗവൺമെന്റ് വച്ച നിർദ്ദേശം. അതിന് തയ്യാറാകാൻ കഴിയാത്തത് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള കാര്യമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ചുട്ടുപൊള്ളുകയാണ്, കരുതിയിരിക്കണം.
സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് 12 ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും, കൊല്ലം, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. വേനൽച്ചൂട് കടുക്കുമ്പോൾ വെള്ളറടയ്ക്ക് പറയാനുള്ളത് ഒരു ദുരന്ത കഥയാണ്. വെള്ളത്തിന്റെ അറകളാൽ സമ്പന്നമായതിനാൽ വെള്ളറട എന്ന പേര് കിട്ടിയ നാട്ടിൽ സ്വന്തമായി കുടിവെള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഇവിടത്തെ ദുരിതം. 1979 വെള്ളറട പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിർമ്മിച്ചതായിരുന്നു ഇക്കാണുന്ന കോവലൂർ കുടിവെള്ള പദ്ധതി. കോവലൂർ ആറ്റിന് സമീപത്തു നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് നെല്ലിശ്ശേരിയിലെ സംഭരണ കേന്ദ്രത്തിലെത്തിച്ച ശേഷം വീണ്ടും ശുചീകരിച്ചായിരുന്നു വിതരണ പദ്ധതി. കേരള വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ തുടക്കം കുറിച്ച പദ്ധതി അന്ന് നിലവിലുണ്ടായിരുന്ന 12 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ 2013 കാലഘട്ടത്തിൽ ചുമതല പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് കൂടിയായിരുന്നു ഇത് സ്മാരകമായി തീർന്നത്. ഈ കിണറിലെ വെള്ളം ഓരോ അംശം ഉണ്ട് എന്ന നിലയിലാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള സാങ്കേതിക നടപടികൾ യാഥാർത്ഥ്യമാക്കിയാൽ അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. ആക്കിയാൽ കേരള വാട്ടർ അതോറിറ്റിയുമായി സംയോജിപ്പിച്ച് ഈ പദ്ധതി വിപുലമായ രീതിയിൽ കുടിവെള്ള വിതരണം, ശുദ്ധജല വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള മാതൃകാപരവും ഭാവനാപൂർവമായൊരു നടപടിക്കാണ് തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ശ്രമം നടത്തേണ്ടത്. അതില്ലാത്തതാണ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ 23 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ആകെയുള്ള കാളിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭ്യമാകുന്ന കുടിവെള്ളമാണ് ഏക ആശ്രയം. ചിലപ്പോൾ 2 ആഴ്ചക്ക് ഒരിക്കൽ വരണം. ഈ വേനലൊക്കെ ആകുമ്പോൾ ഈ കടുമഴ, ഈ വേനൽ മഴയിൽ നിന്ന് വെള്ളം ഒന്നാവുന്നില്ല. അപ്പൊ അതിന് വേണ്ട അധികാരികൾ, ഇതിന് വേണ്ടവരെ പ്രോജക്ട് എന്തെങ്കിലും നമുക്ക് വെള്ളറട പഞ്ചായത്തോ എവിടെയെങ്കിലും പരിശോധന ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അല്ലാതെ വെള്ളം ആർക്കും കിട്ടുന്നില്ല. സമീപ പഞ്ചായത്തുകളിൽ നിരവധി മിനി കുടിവെള്ള പദ്ധതികൾ രൂപം നൽകി വീടുകളിലേക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ച് മാതൃക കാട്ടുമ്പോഴാണ് വെള്ളറടയിൽ വേനൽക്കാലം ദുരിതമാകുന്നത്. ടാപ്പ് തുറന്നാൽ കാറ്റ് മാത്രം വരുന്ന പൈപ്പുകളാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് 18 വെള്ളറട. ഈ വേനൽച്ചൂട് കനത്തതോടെ നൈറ്റ് ഷോപ്പിംഗിന് അവസരമൊരുക്കുകയാണ് മുക്കത്തെ വ്യാപാരികൾ. പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ടാണ് വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ രാത്രി 11:30 വരെ കടകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നൈറ്റ് ഷോപ്പിംഗ് ഒരുക്കുന്നത്. വേനൽ ചൂടിന്റെ കാഠിന്യം കൂടിയ സാഹചര്യത്തിലാണ് മുക്കം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ വിപണി ലക്ഷ്യമിട്ട് രാത്രി 11:30 വരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തുണിക്കടകൾ, കൂൾ ബാറുകൾ, ഫുഡ്വെയർ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഗ്ലോസറി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളാണ് തിങ്കളാഴ്ച മുതൽ രാത്രി 11:30 മണി വരെ മുക്കം അങ്ങാടിയിൽ തുറന്ന് പ്രവർത്തിക്കുക. ഇതോടെ വിശ്വാസികൾക്ക് റമദാനിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെയും ടൗണിലെ ട്രാഫിക് തിരക്ക് ഒഴിവാക്കിയും സാധനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. എല്ലാ വ്യാപാര സ്ഥാപനവും അതുകൊണ്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉപകാരം തന്നെയാണ്. കാരണം നമുക്കറിയാം, കോവിഡിന് ശേഷം രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് കോവിഡിന് ശേഷം വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു പരിധിവരെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തർക്കമില്ല. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സംഘടന നൽകി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന അർത്ഥത്തിൽ അതിനെ എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി, ഗുണഭോക്താക്കൾക്ക് ഗുണപരമായിട്ടുള്ള ഒരു നീക്കം നമ്മൾ സംഘടിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന്റെ കൂടി ഭാഗമാണ് ഈ ഒരു നെറ്റ് പർച്ചേസിംഗ് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. നൈറ്റ് ഷോപ്പിംഗ് ആരംഭിക്കുന്നതോടെ മുക്കത്തെ പെരുന്നാൾ വിപണി കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 മുക്കം. ഈ ഉത്തരവുകൾക്കൊക്കെ പുല്ലുവില നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. വീട് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ഇറക്കുന്നതിന് യൂണിയൻ പ്രവർത്തകർ നോക്കുകൂലി ആവശ്യപ്പെട്ടതായി പരാതി. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി ജിനേഷ് സ്മൃതി ദമ്പതികളാണ് പ്രതിസന്ധി നേരിടുന്നത്. ഉടമസ്ഥന് സാധനങ്ങൾ ഇറക്കാമെന്ന് ലേബർ ഓഫീസർ രേഖാമൂലം നൽകിയിട്ടും യാതൊരു ഫലവുമില്ല. പള്ളിച്ചൽ ഭഗവതിനട സ്വദേശി ജിനേഷ് സ്മൃതി ദമ്പതികൾ സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത്
പലപ്പോഴായി നോക്കുകൂലി നൽകിയിരുന്നു. വിവിധ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ എല്ലാം ചേർന്നാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ നോക്കുകൂലി അമിതമായപ്പോൾ നെയ്യാറ്റിൻകര ലേബർ ഓഫീസറെ സമീപിച്ചു. ലേബർ ഓഫീസിൽ നിന്നുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. വീട് വെക്കാൻ നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്നതിന് ഉടമസ്ഥന് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന് ലേബർ ഓഫീസർ ജിനേഷിന് കത്ത് നൽകി. ഈ കത്ത് ജിനേഷ് യൂണിയൻ തൊഴിലാളികൾക്ക് നൽകി. എന്നാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. പോലീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ലേബർ ഓഫീസിൽ നിന്ന് മാഡം പറഞ്ഞത് യൂണിയൻകാർക്കെതിരെ മാഡം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിയൻകാരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വധഭീഷണി വരെ ഉണ്ട്. നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അവർ വീട് വയ്ക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. യൂണിയൻ പ്രവർത്തകർ പ്രശ്നപരിഹാരത്തിനെത്തിയ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. വീട്ടുസാധനങ്ങൾ കയറ്റിറക്കി എന്നിവ ഗാർഹിക ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. മേൽപ്പറഞ്ഞ ജോലികൾ ചെയ്യുവാൻ ഇഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുവാൻ തൊഴിലുടമയ്ക്ക് നിയമമായി അധികാരവും അവകാശവും ഉണ്ട്. പക്ഷേ കക്ഷിയുടെ കോമ്പൗണ്ടിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടുകൂടി പോലീസും നിശബ്ദരായി എന്നാണ് ജിനേഷിന്റെയും കുടുംബത്തിന്റെയും പരാതി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ MV ഗോവിന്ദന് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി. രാവിലെ 7:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ MV ഗോവിന്ദനെ ജില്ലാ സെക്രട്ടറി MP ജയരാജന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ CPMന് ഒളിയമ്പുമായി CPI. കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് തലയൂരാനായി ചിലർ ശ്രമിക്കുകയാണ്. പോലീസിനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അധികാരമുണ്ടെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പ് കൂട്ടുനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചിരുന്നു. കയ്യേറ്റം ഒരു തരം മാത്രമേ ഉള്ളൂ. അത് ചെറുതായി കയറിയാലും വലുതായി കയറിയാലും സർക്കാരിന്റെ ഭൂമി കയ്യേറിയത് തന്നെയാണ്. ചില ആളുകൾ പറയുന്നത് എന്താ, റവന്യൂ വകുപ്പിന് കുഴപ്പം, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മൊത്തം അഴിമതിക്കാര്, റവന്യൂ മന്ത്രി കുഴപ്പക്കാരൻ, റവന്യൂ മന്ത്രി പാർട്ടിക്കാര്, അവരും കുഴപ്പക്കാര്. ഇതല്ലേ ഇപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാര് വഴിവിട്ട് സഹായിക്കുന്നവരുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കയ്യേറ്റ ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങൾ പണിയുവാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലേ, പഞ്ചായത്ത് സെക്രട്ടറിമാരടക്കമുള്ളവരല്ലേ. ഈ നാട്ടിൽ എന്ത് നടന്നാലും അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. എന്തേ കയ്യേറ്റം നടക്കുന്ന കാര്യം പോലീസ് അറിയുന്നില്ലേ? നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് തടയാൻ ഉത്തരവാദിത്വമുണ്ട് പോലീസിന്. ചില ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ വൈസമ്മാലിയിൽ ഭൂമി ഇരിപ്പുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ചൊക്രമുടി ഉൾപ്പെടുന്ന വൈസമ്മാലിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും നമുക്ക് ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എറണാകുളം മരടിൽ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിടത്തു നിന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി. ഇതോടെ ഒരു പ്രദേശം മുഴുവൻ വൻ ദുരിതമാണ് നേരിടുന്നത്. വേലിയേറ്റ സമയത്ത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വീടുകളിലേക്ക് കയറും. വെള്ളമിറങ്ങിയാൽ ആ മാലിന്യം മുഴുവൻ അവിടെ കുന്നുകൂടി കിടക്കും. പകർച്ചവ്യാധികൾ മൂലം നിരന്തരം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് നേരെ ഉത്തരവാദിത്തപ്പെട്ടവരും കണ്ണടക്കുകയാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാളിന് പിന്നിലായി താമസിക്കുന്ന ആളുകളുടെ ദുരിതമാണിത്. 600ഓളം നിർമ്മാണ തൊഴിലാളികളെയാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ താൽക്കാലിക സംവിധാനമുണ്ടാക്കി പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മാലിന്യം മുഴുവൻ തോട്ടിലേക്ക് ഒഴുക്കിവിടും. തോടിന്റെ ഒരു വശം പ്രസ്റ്റീജ് അധികൃതർ തന്നെ കെട്ടിയടച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞതോടെ തോട് കവിഞ്ഞ് സമീപത്തുള്ള വീടുകളിലേക്ക് മലിനജലം കയറുന്ന അവസ്ഥയിലായി. ഇതിനെക്കുറിച്ച് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ധാരണയുമില്ല, ഉദ്യോഗസ്ഥർക്ക് യാതൊരു ധാരണയുമില്ല. കാരണം ഇവരാരും ഇത് കണ്ടിട്ടില്ല. കാരണം അവർ സന്ദർശിക്കാൻ വരുമ്പോൾ ഈ കമ്പനി തന്നെ ഇവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടേ കാണിച്ചിട്ട് അവരെ പറ്റിച്ചു വിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ മറ്റു മാർഗങ്ങളിലൂടെ അവരെ സ്വാധീനിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മേളിലുള്ളവരെ വെച്ച് സ്വാധീനിക്കുന്ന അവസ്ഥ. ഈ പ്രധാനമായിട്ടുള്ളത് ഈ ഇവിടുത്തെ ക്യാമ്പ് അനധികൃതമായ ക്യാമ്പാണ്. അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ക്രിമിനലുകളാ, ഈ അന്യസംസ്ഥാന തൊഴിലാളി എവിടെ നിന്നോ ആർക്കും അറിയാത്ത അവസ്ഥയാണ്. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഈ ക്യാമ്പ് ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. മലിനജലം മൂലം സമീപവാസികൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. മൂക്കുപൊത്താതെ അവിടേക്ക് കയറി ചെല്ലാനാകില്ല. കുടിവെള്ള ടാങ്കുകൾ പോലും മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. അസുഖമൊഴിയാത്ത നാളുകളില്ല. പകർച്ചവ്യാധി ഭീഷണിയിലാണ് ഒരു നാട് മുഴുവൻ. മാലിന്യം വെള്ളം കയറിയിട്ടില്ലേ, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടായില്ല ചവിട്ടാനൊന്നും.
എന്നിട്ട് മറ്റേ ഷൂ ഇട്ടാണ്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നേച്ചത്, പുറത്തോട്ട് ഇറങ്ങാതെ. എത്ര ദിവസം കെട്ടിക്കിടന്നെന്നറിയാം. പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറിനോട് കുറേ പറഞ്ഞാണ് ഈ സാധനം അടിച്ച് ഞങ്ങൾക്ക് തന്നത്. എന്നേ പിന്നെയാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാനുള്ള പരിസരത്ത് മുഴുവനും കംപ്ലീറ്റും മുങ്ങിക്കിടക്കുന്ന വെള്ളം കയറിയിട്ട് അത്ര മെനകേടായിരുന്നു. കരി പോലത്തെ വെള്ളമാണ് ഈ കയറണത്, കരിക്കട്ട കളർ. മണം കൊണ്ടിട്ടാണെങ്കിൽ ഇരിക്കാനും പറ്റാണ്ട് ഭയങ്കര മണമായിരുന്നു വെള്ളത്തിന്. ശരിക്കും പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട്. കിണറ്റിലെ വെള്ളമെങ്കിൽ ചീത്തയായി ഞങ്ങളുടെ. ആ കിണറ്റിലെ വെള്ളമെങ്കിൽ വേറെ കളറായിപ്പോയി ആ വെള്ളം കയറിയിട്ട്. അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ ഇപ്പോൾ കുറച്ചിടെയായിട്ട് സഹിച്ചിരിക്കണേ ഈ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഡെങ്കിപ്പനി ബാധിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരെ എതിർത്ത് സംസാരിക്കാൻ നമ്മുടെ ഇവിടെ ആളില്ല. ഞങ്ങൾ പലവട്ടം പല പ്രാവശ്യം ഈ വീട്ടുകാരനും ഈ വീട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ ചെന്നതാണ്. ഒരാളും ഒരിക്കലും നേരെ സംസാരിക്കണില്ല. വെള്ളക്കെട്ടിന് പരിഹാരമായി പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാളിനകത്തുകൂടി പോകുന്ന കാനു പരിശോധിച്ച് തടസ്സങ്ങൾ നീക്കണമെന്നാണ് ആവശ്യം. പരമ്പരാഗതമായി നീരൊഴുകുന്ന തോടുകൾ കയ്യേറി അടച്ചതും പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുണ്ട്. നാട്ടുകാരുടെ നിരന്തരമായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും നിർമ്മാണ തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ അവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി നഗരസഭയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ചെലവഴിച്ച കോടികൾ പാഴാകുന്നു. വീടുകളിലേക്ക് വാങ്ങിയ ബയോ ബിന്നുകൾ ഇപ്പോഴും വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. ശേഖരിച്ച് സംസ്കരിക്കുന്ന പഴയ രീതിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവും ഉയരുന്നുണ്ട്. 2023 ഓഗസ്റ്റിലാണ് ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി കളമശ്ശേരിയിൽ നടപ്പാക്കുന്നത്. എറോബിക് ബിന്നുകൾ വാങ്ങാൻ 3 കോടി രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ നഗരസഭാ കൗൺസിലെടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായില്ല. 10% സബ്സിഡിയോടെ എല്ലാ താമസക്കാർക്കും ബയോബിൻ വിതരണം ചെയ്യുമെന്നായിരുന്നു തീരുമാനം. 4/1 താമസക്കാർക്ക് പോലും ബിന്നുകൾ വിതരണം ചെയ്യാനായില്ല. വാങ്ങിയ എറോബിക് ബിന്നുകൾ പോലും പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഒരു നഗരം കൈകാര്യം ചെയ്യുന്നതിനകത്ത്, ഭരണം കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഉത്തരവാദിത്തമില്ലായ്മയും അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരിയിലെ മാലിന്യ നീക്കത്തിനകത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, അതേപോലെ പോകുള്ളൂ എന്ന നിലയിലേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വീഴ്ച. മാലിന്യ സംസ്കരണം മൊത്തത്തിൽ നഗരസഭയ്ക്ക് നഷ്ടക്കച്ചവടമായി. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ നഗരസഭാ ഫണ്ടിൽ നിന്ന് നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. തൂക്കത്തിൽ കൂടുതൽ മാലിന്യം ഇവിടെ പോകുന്നുണ്ട് എന്നൊരു ആക്ഷേപം വരികയും അയാളുടെ വാഹനങ്ങൾ GPS ഇല്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുകയും നഗരസഭയുമായി വെച്ച കരാറെന്നാണ് പറയുന്നത്. പക്ഷേ നഗരസഭയുമായി ഒരു കരാർ വെച്ചിട്ടില്ല. അതിനെ പരിശോധിച്ചപ്പോൾ ഹരിതകർമ്മസേന കൺസോർഷ്യമായിട്ടാണ് കരാർ വെച്ചിട്ടുള്ളത്. ആ കൺസോർഷ്യത്തിൻ്റെ കരാറിനെ സംബന്ധിച്ചൊന്നും നഗരസഭാ കൗൺസിലോ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അറിയോ ചർച്ചയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാലിന്യം വിൽക്കാനുള്ള പദ്ധതിയിൽ യൂസർ ഫീ ഇനത്തിൽ വരുമാനത്തെക്കാൾ ഏറെ നഗരസഭയ്ക്ക് ചെലവാണുള്ളത്. ബ്രഹ്മപുരത്തെ പ്ലാന്റ് പൂർത്തിയാക്കുമ്പോൾ സമീപ നഗരസഭകളിൽ നിന്നുള്ള മാലിന്യ സംസ്കരണം അവിടേക്ക് മാറുമെന്നതിനാൽ മൊത്തത്തിൽ പദ്ധതി നഗരസഭയ്ക്ക് ബാധ്യതയാകുകയാണ്. ന്യൂസ് 18 കൊച്ചി. അപകടാവസ്ഥയിലായ കോയിക്കപ്പടി പാലം പുനർനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയാണ്. സാമൂഹികാഘാത പഠനത്തിന് അംഗീകാരം ലഭിച്ചു. അടുത്തിടെ നിർമ്മാണത്തിന് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അംഗീകാരവും പദ്ധതിക്ക് ലഭിച്ചിരുന്നു. അപകടാവസ്ഥയിലായ കായംകുളം എരുവ കോയിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വഴിയൊരുങ്ങുന്നു. പുനർനിർമ്മാണത്തിന് മുന്നോടിയായി നടത്തിയ സാമൂഹികാഘാത പഠനത്തിന് വിദഗ്ധ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. കോയിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 2022 ഭരണാനുമതി ലഭിച്ചത്. കരിപ്പുഴ തോടിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിനായി 4,60,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പാലത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 26 മീറ്റർ നീളമാണുള്ളത്. നടപ്പാത ഉൾപ്പെടെ 10.5 മീറ്ററാണ് വീതി. പാലത്തിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾ, മരങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ തിട്ടപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്താനുള്ള ജോലികളാണ് ആരംഭിക്കാനുള്ളത്. നമ്മുടെ കായംകുളത്തെ കോയിക്കപ്പടി പാലത്തിന് 4.59 കോടി രൂപയാണ്, ഏകദേശം 5 കോടി രൂപയുടെ അടുത്താണ് അനുവദിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളാലാണ് ആ പാലത്തിന്റെ നിർമ്മാണം വൈകിയത്. കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹൈറ്റ് സംബന്ധിച്ചൊരു അനുവാദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ആ സ്ഥലമെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ കോയിക്കപ്പടി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വളരെ വേഗത്തിലാക്കാൻ പരിശ്രമിക്കുകയാണ്. കായംകുളം മുട്ടം റോഡിനെയും കായംകുളം തിരുവല്ല റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് കോയിക്കപ്പടി പാലം.
കോയിക്കപ്പടി പാലം പൂർത്തിയാക്കുന്നതോടെ കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്നും എരുവ വഴി നേരിട്ട് കായംകുളം തിരുവല്ല റോഡിലേക്ക് എത്തുവാൻ കഴിയും. ഇടുങ്ങിയ എരുവ കോയിക്കപ്പടി പാലം പുനർനിർമ്മിക്കണമെന്നുള്ളത് പ്രദേശവാസികളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ന്യൂസ് 18 കായംകുളം. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം ചേർന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 90% പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് വഴി 102 കോടി രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുള്ള ഭൂവുടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം നടന്നു. രണ്ടാം ഘട്ട യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ചേർന്നത്. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ യോഗത്തിൽ ധാരണയായി. രണ്ട് സൈഡിലും ഇപ്പുറം അപ്പുറം ആളുകൾ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടു തന്നാൽ റോഡിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടത്താം. ഇതേ കമ്പനിയാണ് നടത്തുന്നത്. അപ്പൊ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പാലം പണി കഴിഞ്ഞു, ഇനി 10 മാസം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പ്രയാസമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ കാരണം അവർക്ക് വേറെയും വർക്കുള്ളതാണ്. ഇതിനു വേണ്ടി മാത്രം അവർ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു സ്ഥിതി വരും. ഈ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 30 ഷട്ടറുകളാണുള്ളത്. ന്യൂസ് 18 പാലക്കാട്. അടൂരിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിരിപ്പടിയുടെ ചട്ടം കൂട്ടൽ കർമ്മം നടന്നു. തെങ്ങമം തോട്ടുവ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഏപ്രിൽ 1 നടക്കുന്ന മീനഭരണി കെട്ടുകാഴ്ചയിലേക്ക് ടീം നെഹ്റു കലാ സാംസ്കാരിക വേദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെടുംകുതിരയെ നിർമ്മിക്കുന്നത്. വലിയ കുളങ്ങര സുരേഷ് കുമാറാണ് ശില്പി. ഉത്സവ ദിനം വരെ കെട്ടിരിപ്പടി ആസ്ഥാനത്ത് അന്നദാനവും വൈകിട്ട് കലാപരിപാടികളും നടക്കും. തിരുവനന്തപുരം പെരുമാതുറ അഞ്ചുതെങ്ങ് തീരദേശപാത ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ മുതലപ്പുഴയിലാണ് മത്സ്യത്തൊഴിലാളികൾ തീരദേശപാത ഉപരോധിക്കുന്നത്. INTUCയുടെ നേതൃത്വത്തിലാണ് സമരം. പ്രതിഷേധത്തിന് പിന്തുണയുമായി വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളും രംഗത്തുണ്ട്. തൊഴിലാളികൾ പണിമുടക്കിയതോടെ ഹാർബർ പ്രവർത്തനവും സ്തംഭിച്ചു. 100-ലധികം തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബസ് സ്റ്റാൻഡ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് ശ്രീനാരായണ ട്രെയിനിംഗ് കോളേജിന്റെ NSS യൂണിറ്റും. കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് KSRTC ആറ്റിങ്ങൽ യൂണിറ്റിനൊപ്പം നെടുങ്കണ്ട ശ്രീനാരായണ ട്രെയിനിംഗ് കോളേജിന്റെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും പങ്കാളികളായത്. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനൊപ്പം ശുചിത്വ സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കല്യാൺ സിൽക്സ് കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ നടത്തിവരുന്ന ബ്രൈഡൽ സാരി ഫാഷൻ ഷോ സീരീസിന്റെ കൊച്ചി എഡിഷൻ കല്യാൺ സിൽക്സിന്റെ കൊച്ചി ഷോറൂമിൽ നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഡ്രേപ്പ് സാരിയായ രാജ് ഖരാനയുടെ ലോഗോ TJ വിനോദ് MLA പ്രകാശനം ചെയ്തു. ചടങ്ങിൽ എറണാകുളം ACP ജയകുമാർ, കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 3 റൗണ്ടുകളിലായി നടന്ന ഫാഷൻ ഷോയിൽ ആദ്യത്തെ റൗണ്ടിൽ രാജ് ഖരാന സാരികളും 2ാം റൗണ്ടിൽ ലെഹങ്കയും 3ാം റൗണ്ടിൽ ഡിസൈനർ സാരികളുമാണ് പ്രദർശിപ്പിച്ചത്. ഫാഷൻ ക്യാപിറ്റലായ കൊച്ചിയിൽ കല്യാൺ സിൽക്സിന്റെ ഷോറൂമിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ശ്രേണിയായ രാജ് ഖരാന സിൽക്സ് ഞങ്ങൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനോടനുബന്ധമായി ഒരു വലിയൊരു ഫാഷൻ ഷോവും കൂടി ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ ഫാഷൻ ഷോയിൽ കല്യാൺ സിൽക്സിന്റെ രാജ് ഖരാന ശ്രേണിയിലുള്ള ഏറ്റവും പുതിയ സാരികളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഇടയായത്. സാരിയോടൊപ്പം തന്നെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വില വരുന്ന ലെഹങ്കകളുടെയും ഒരു വിപുലമായ ശ്രേണി ഞങ്ങളിവിടെ ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.